എന്നും കൊട്ടിയൂരിൽ കുടികൊള്ളുന്നൊരു നാഥ എന്നെന്നും മക്കൾക്ക് വഴികാട്ടുക ദാതാ. കാലാന്തക കാമാന്തക ശോകാന്തക പാഹി ഗംഗാധര ശംഭോ കരദക്ഷാന്തക പാഹി. ഒരു കാലത്തൊരു കാനനവാസിക്കൊരു ഭാഗ്യം വിധി നൽകിയ പുണ്യത്താൽ ശില കണ്ടൊരു നേരം. ശരമൊന്നതിമുനമെല്ലയുരച്ചോരു കല്ലിൽ ഒഴുകുന്ന നിണഗംഗയതവിടുത്തെ വിശേഷം. എന്നും കൊട്ടിയൂരിൽ കുടികൊള്ളുന്നൊരു നാഥ എന്നെന്നും മക്കൾക്ക് വഴികാട്ടുക ദാതാ.
നമസ്കാരം, എൻ്റെ പേര് അജയ്കുമാർ. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രസിഡൻ്റാണ്. നമ്മുടെ തിരുമല കൊശക്കോട് ഭഗവാന്റെ കൊശക്കോട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഇന്ന് ആരംഭിച്ച് 4-ാം തീയതി ആറാട്ടോട് സമാപിക്കുകയാണ്. ഇന്നിപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞിരിക്കുന്നത് 6 മണിക്ക് കൊടിയേറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഗാനമേളയുണ്ട് 9 മണിക്ക്. അതിനു മുമ്പ് ഈ വിശേഷ പൂജകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. തുടർന്ന് എല്ലാ ദിവസവും അന്നദാനം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രമാണ് കൊശക്കോട് അമ്പലം. അപ്പോൾ അത് പ്രകാരം രാവിലെയും ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഇവിടെ എല്ലാ ദിവസവും നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഏകദേശം 3000-ഓളം പേര് ഈ അന്നദാനം പങ്കെടുക്കാറുണ്ട്. അവസാനം ആറാട്ടാണ്. വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ആറാട്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് മാതൃകയായിട്ട്, മറ്റുള്ള ക്ഷേത്രങ്ങൾ മാതൃകയായിട്ട് തന്നെയാണ് ഈ ആറാട്ട് മുന്നോട്ട് പോകുന്നത്. 4ഓളം ഫ്ലോട്ടുകൾ, 3 ആനകൾ, മുത്തുകുട അടക്കമുള്ള എല്ലാവിധ പഞ്ചവാദ്യം അടക്കം എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ വർഷവും ഉത്സവം ഭംഗിയായിട്ട് ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് തന്നെ അത് അവസാനിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. എൻ്റെ പേര് ഹരിപ്രിയ. ഞാൻ കുശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരം ഗ്രൂപ്പിലെ കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ തിരുവുത്സവം ഇന്നേ ദിവസം 6 മണി മുതൽ 6:30-കകത്ത് തൃക്കൊടിയേറി ഏപ്രിൽ 4-ന് ആറാട്ടോടുകൂടി അവസാനിക്കുകയാണ്. ഉപദേശ സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി വളരെ സഹകരണത്തോടുകൂടി 1 മാസത്തിന് മുന്നേ തന്നെ ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. വളരെ വിപുലമായ രീതിയിൽ തന്നെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഒരുപാടുണ്ട്. വളരെ വിപുലമായ രീതിയിൽ തന്നെ ഉത്സവം കൊടിയേറി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ എല്ലാ ദിവസവും വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമായും കുശക്കോട് മഹാദേവൻ്റെ അന്നദാന സദ്യ വളരെ പ്രശസ്തമാണ്. ധാരാളം ഭക്തജനങ്ങൾക്ക് ഇലയിൽ സദ്യ വിളമ്പുന്ന ഒരു കാഴ്ചയാണ് മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്നത്. കൂടാതെ 3 ദിവസത്തെ ഉത്സവ ബലി, ബാക്കി വിശേഷാൽ പൂജകൾ, മഹാദേവന് ഏറ്റവും സംതൃപ്തമായ രീതിയിലുള്ള വഴിപാടുകൾ, പൂജകൾ എല്ലാം തന്നെ മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. എല്ലാ ഭക്തർക്കും കുശക്കോട് മഹാദേവൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയകുമാർ. ഞാൻ തിരുമല കുശക്കോട് ശ്രീ മാധവ ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുമല കുശക്കോട് ദേശനാഥനായ ശ്രീ മഹാദേവൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾക്കുള്ള തുടക്കം ഇന്ന് വൈകുന്നേരം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറി ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 8 നാളുകൾ കുശക്കോട് ഉള്ള ഭക്തർക്കും കുശക്കോട് ദേവൻ്റെ ഉത്സവ ആഘോഷങ്ങളുടെ രാവുകളാണ്. രാവിലെ മുതൽ തന്നെ പൂജാതി കർമ്മങ്ങളും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം, അങ്ങനെ വിവിധ കലാപരിപാടികൾ എന്നിവ കൊണ്ട് ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സാന്നിധ്യം കൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാൻ പോവുകയാണ്. ഇന്ന് നടന്നു തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ഉത്സവ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഏകദേശം 3000-ഓളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനം വളരെ വിപുലമായി നടന്നു വരുന്നു. ഇതിനെല്ലാം ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നൽകി വരുന്ന നിർലോഭമായ സഹായ സഹകരണങ്ങൾക്ക് അഗേതമായ നന്ദി പറയുന്നതിന് ഈ അവസരം വിനിയോഗിക്കുന്നു. 8ാം ഉത്സവ ദിവസം തിരുവാതിര നാൾ, അന്നാണ് മഹാദേവൻ്റെ ആറാട്ട് ഘോഷയാത്ര. ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഏകദേശം വർണ്ണാഭമായ ഘോഷയാത്ര 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന കലാരൂപങ്ങൾ, ഫ്ലോട്ടുകൾ, വാദ്യമേളങ്ങൾ, മുത്തുക്കള പൊടിയ ബാലന്മാർ, ഗജവീരന്മാർ എന്നിവ കൊണ്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വലിയവിള കല്ലപ്പൻ കടവിൽ ആറാട്ട് കഴിഞ്ഞ് വലിയവിള ജംഗ്ഷൻ വഴി തിരുമല ജംഗ്ഷനിൽ പ്രവേശിച്ച് അവിടെ നിന്നും ക്ഷേത്രത്തിൽ തിരിച്ച് എഴുന്നള്ളുന്ന രീതിയിലാണ് ആറാട്ട് ഘോഷയാത്ര നടക്കുന്നത്. ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്ന റോഡിൻ്റെ ഇരുവീതികളും വളരെ ഭംഗിയായി അലങ്കരിച്ചും പറയും പടുക്കയും വെച്ച് ശ്രീ മഹാദേവനെ എഴുന്നള്ളിപ്പ് സ്വീകരിക്കാൻ വേണ്ടി ഓരോ ഭക്തജനങ്ങളും ഇപ്പോഴേ തയ്യാറെടുത്ത് കഴിഞ്ഞു. റോഡിൽ പല ഭാഗങ്ങളിലും കലാപരിപാടികൾ, അങ്ങനെ വിവിധ രീതിയിലുള്ള കലാപരിപാടികൾ കൊണ്ടും വളരെ ഗംഭീരമായ ഒരു ആറാട്ട് ഘോഷയാത്രയാണ് ഏപ്രിൽ 4-ന് നടക്കുന്നത്. അന്നാണ് തിരുവാതിര നക്ഷത്രവും തിരുവാതിര നാളും ശ്രീ മഹാദേവൻ്റെ ആറാട്ട് ഘോഷയാത്രയും. എല്ലാത്തിനും ഈ നാട്ടിലെ ഭക്തജനങ്ങളും കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ വിവിധങ്ങളായ പുരോഗമന കാര്യങ്ങൾ ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഈ ക്ഷേത്രത്തിൽ ദർശന
പ്രസംഗം നടത്തുന്ന ഭക്തർക്ക് വളരെയധികം ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ ശിവേലിപ്പുരയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കമ്മിറ്റി തയ്യാറായി നിൽക്കുകയാണ്. ഇതിനെല്ലാത്തിനും ഭക്തങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ വളരെ ആവശ്യമാണ്. ഈ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. ഭക്തജനങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം അത് പൂർണ്ണമായും പരിപാലിച്ചു കൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവവും മറ്റു കാര്യങ്ങളും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഒരു ഉത്സവമായി ആഘോഷിച്ചുകൊണ്ട് ഇന്ന് തൃക്കൊടി കയറി എല്ലാ ചടങ്ങുകളും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 8 നാളുകൾ കുശക്കോട് ശ്രീ മഹാദേവൻ്റെ ദേശനാഥൻ്റെ ഉത്സവമായി ഇന്നാട്ടിലെ ആൾക്കാർ അത് കയ്യിൽ ഏറ്റുകഴിഞ്ഞു. ഇനി ആഘോഷത്തിൻ്റെ രാവുകളാണ് ഈ ക്ഷേത്രസന്നിധിയിൽ നടക്കാൻ പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നും കൊട്ടിയൂരിൽ കുടികൊള്ളുന്നൊരു നാഥ, എന്നെന്നും മക്കൾക്ക് വഴികാട്ടുക ദാതാ. കാലാന്തക കാമാന്തക ശോകാന്തക പാഹി ഗംഗാധര ശംഭോ കരദക്ഷാന്തക പാഹി. ഒരു കാലത്തൊരു കാനനവാസിക്കൊരു ഭാഗ്യം, വിധി നൽകിയ പുണ്യത്താൽ ശില കണ്ടൊരു നേരം. ശരമൊന്നതിമുനമെല്ലയുരച്ചോരു കല്ലിൽ ഒഴുകുന്ന നിണകങ്ങൾ